നമസ്കാരം. ലോകം ഉറ്റുനോക്കിയ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ വെടിയുതിർത്ത അക്രമിയെ തിരിച്ചറിഞ്ഞു. ലോസ് ഏഞ്ചൽസ് സ്വദേശിയായ 31 വയസ്സുകാരൻ കോൾ തോമസ് അല്ലനാണ് പിടിയിലായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതീവ സുരക്ഷാ ചെക്ക് പോസ്റ്റ് ഭേദിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുന്ന ബാൾ റൂമിന് തൊട്ടടുത്ത് വരെ എത്തിയ ഇയാളെ മിന്നൽ നീക്കത്തിലൂടെയാണ് സുരക്ഷാ സേന കീഴ്പ്പെടുത്തിയത്. അക്രമി വൻ ആയുധശേഖരവുമായാണ് വിരുന്നു നടന്ന ഹോട്ടലിലെത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തി. ഒരു ഷോട്ട് ഗൺ, ഹാൻഡ് ഗൺ കൂടാതെ ഒന്നിലധികം കത്തികൾ എന്നിവ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. അതീവ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് ഇത്രയേറെ ആയുധങ്ങളുമായി ഒരാൾക്ക് എങ്ങനെ ബാൾറൂം പ്രവേശന കവാടം വരെ എത്താൻ സാധിച്ചു എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പിടിയിലായ കോൾ തോമസ് അല്ലന്റെ ചിത്രം പ്രസിഡന്റ് ട്രംപ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചു. ഷർട്ട് ധരിക്കാതെ തറയിൽ കമഴ്ന്നു കിടക്കുന്ന അക്രമിയുടെ ചിത്രമാണ് ട്രംപ് പുറത്തുവിട്ടത്. കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കാൾടെക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിരുദധാരിയായ ഇയാൾ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണെന്ന വാർത്ത മാധ്യമ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു അധ്യാപകൻ ഇത്തരമൊരു അക്രമത്തിന് മുതിർന്നത് അമേരിക്കൻ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. അക്രമിക്ക് ബാൾറൂമിനുള്ളിലേക്ക് കടക്കാൻ സാധിച്ചില്ലെങ്കിലും തൊട്ടടുത്തെത്തി വെടിയുതിർത്തത് ഭീതിജനകമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത്. സംഭവ സമയത്ത് അവിടെയുണ്ടായിരുന്ന CNN റിപ്പോർട്ടർ വൂൾഫ് ബ്ലിസ്റ്റർ പറഞ്ഞത് തനിക്ക് ഏതാനും അടി മാത്രം അകലെ നിന്നാണ് അക്രമി 6ഓളം തവണ നിറയൊഴിച്ചതെന്നാണ്. ചെവി തുളയ്ക്കുന്ന രീതിയിലുള്ള വലിയ വെടിയൊച്ചകളാണ് കേട്ടതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്റെ മേൽ ചാടി വീണ് തന്നെ സംരക്ഷിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുത്തു. പത്രസമ്മേളനത്തിൽ അക്രമിയെ മാനസിക രോഗി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇയാൾ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത്. ഇതൊരു ഭ്രാന്തമായ നീക്കമാണ്. തികച്ചും രോഗാതുരമായ മനസ്സുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ, ട്രംപ് രൂക്ഷമായി പ്രതികരിച്ചു. അക്രമി സുരക്ഷാ വേലികൾ ഭേദിച്ച് ഓടിവരുന്ന ദൃശ്യങ്ങൾ സുരക്ഷാ ക്യാമറകളിൽ അവ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഇത് അന്വേഷണ ഏജൻസികൾക്ക് വിശദമായി പരിശോധിക്കണം. വെടിവെപ്പുണ്ടായ നിമിഷം തന്നെ പ്രസിഡന്റ് ട്രംപിനെ സുരക്ഷിതനായി വേദിയിൽ നിന്നു മാറ്റി. പരിഭ്രാന്തിക്കിടെ അദ്ദേഹം അല്പം തെന്നി വീണെങ്കിലും ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയ പ്രമുഖ നേതാക്കളെയും സുരക്ഷിതമായി സംഭവസ്ഥലത്തു നിന്ന് മാറ്റാൻ സാധിച്ചു. സംഭവത്തിനിടെ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് വെടിയേറ്റു എന്നത് സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നെഞ്ചിനാണ് വെടിയേറ്റതെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ജീവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇയാളെ ഇപ്പോൾ കനത്ത പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അക്രമം നടന്നതോടെ വൈറ്റ് ഹൗസ് ഡിന്നർ ഔദ്യോഗികമായി റദ്ദാക്കി. പ്രസിഡന്റ് ആദ്യം ചടങ്ങ് തുടരണമെന്ന നിലപാടിലായിരുന്നുവെങ്കിലും സുരക്ഷാ ഏജൻസികളുടെ കർശന നിർദ്ദേശപ്രകാരം ചടങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നു. അതിഥികൾക്ക് സുരക്ഷിതമായി പുറത്തേക്ക് പോകാനുള്ള സൗകര്യം പോലീസ് ഒരുക്കി. മുൻകരുതൽ നടപടിയായി നാഷണൽ ഗാർഡിനെ ഹോട്ടലിനുള്ളിൽ വിന്യസിച്ചിട്ടുണ്ട്.